കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളോട് കാണിച്ച എല്ലാ സഹായങ്ങൾക്കും ആനുകൂല്യങ്ങൾക്കും അവരോടുള്ള നന്ദി UDF കൺവീനർ എന്നുള്ള നിലയിൽ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. UDFന്റെ തരംഗമാണ് കേരളത്തിൽ ഉണ്ടായതെന്നും ജനങ്ങളോട് നന്ദിയുണ്ടെന്നും UDF കൺവീനർ അടൂർ പ്രകാശ് പറയുന്നു. ഓരോ ഘട്ടത്തിലും വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. കൂട്ടായ പ്രവർത്തനമാണ് വിജയത്തിന് കാരണമായത്. താഴെത്തട്ടിലും യോഗങ്ങൾ വിളിക്കുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫലം തെരഞ്ഞെടുപ്പിൽ കണ്ടിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾക്ക് നന്ദി അറിയിക്കുകയാണ്. മാധ്യമങ്ങളോടും നന്ദിയുണ്ടെന്നാണ് അടൂർ പ്രകാശ് പറയുന്നത്. അതേസമയം ശബരിമല വിഷയം എല്ലാ ജില്ലയിലും ഉയർത്തി വലിയ പ്രചാരണം നടത്തിയിരുന്നു. അതിൽ നിന്നും UDF പിന്നോട്ട് പോയിട്ടില്ല. സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്നവരും ജയിലിലേക്ക് പോകേണ്ടി വരും. ജനങ്ങൾ നടത്തിയ വിലയിരുത്തലിലെ ഫലമാണിത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് ദിവസത്തെ പരാമർശത്തെ ജനം തള്ളിക്കളഞ്ഞിരിക്കുന്നു. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ എങ്ങനെ പ്രവർത്തിച്ചുവെന്ന് ഇപ്പോൾ വ്യക്തമായി. വിജയം ആഘോഷിക്കണമെങ്കിലും അഹങ്കാരത്തോടെ പോകാൻ പാടില്ല. മാത്രമല്ല, ഈ ഒരു വിജയത്തിനൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രവർത്തിക്കണം. നന്ദികേട് ഏത് തരത്തിലാണെന്ന് MM മണിയോട് തന്നെ ചോദിക്കണമെന്നാണ് MM മണിയുടെ പരാമർശത്തെ പരാമർശിച്ചുകൊണ്ട് അടൂർ പ്രകാശ് പറയുന്നത്. ആരുടെയും പോക്കറ്റിൽ നിന്ന് നൽകുന്ന പണമല്ല ഇത്, ജനങ്ങളുടെ അവകാശമാണിത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDF നന്നായി തന്നെ പ്രചാരണം നടത്തിയിട്ടുണ്ട്, നിലയും മെച്ചപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്.